എല്ലാ പ്രിയപ്പെട്ടവർക്കും ലക്ഷ്മി പൂജ ടാരറ്റ് അബണ്ടൻസിലേക്ക് സ്വാഗതം. റേക്കി വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ ചക്രകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ശരീരത്തിലെ പ്രധാനപ്പെട്ട 7 ചക്രകളെക്കുറിച്ച് നിങ്ങൾക്കറിയുമായിരിക്കും. നമ്മുടെ ശരീരത്തിലുടനീളം 72,000 പരം നാഡികൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ നാഡികൾ കൂടിച്ചേരുന്ന സ്ഥലത്ത് ഒരു ചുഴിയുണ്ടാവും. ഇതാണ് നമ്മുടെ ശരീരത്തിലെ എനർജി സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ബാറ്ററി. ഇതിനെയാണ് ചക്ര എന്ന് വിളിക്കുന്നത്. നമുക്ക് 576 ചക്രകൾ ശരീരത്തിലുണ്ടെങ്കിലും പ്രധാനമായ 7 ചക്രകളെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. ഈ ചക്രകൾ പ്രപഞ്ചത്തിൽ നിന്നും എനർജി വലിച്ചെടുത്ത് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യും. ഈ ചക്രകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനനുസരിച്ചാണ് ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്നത്. പ്രധാന ഗ്ലാൻഡുകളുടെ സ്ഥാനത്താണ് ഈ ചക്രകൾ രൂപാന്തരപ്പെടുന്നത്. നമ്മുടെ സൂക്ഷ്മ ശരീരം അല്ലെങ്കിൽ എനർജി ബോഡിയിൽ ആണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. ഫിസിക്കൽ ബോഡിയിൽ ഇതിൻ്റെ സ്ഥാനം പറയുകയാണെങ്കിൽ ആദ്യത്തെ ചക്രയായ റൂട്ട് ചക്ര അല്ലെങ്കിൽ മൂലാധാര ചക്രം നട്ടെല്ലിൻ്റെ ഏറ്റവും താഴെയും അതിനു മുകളിലായി സ്വാധിഷ്ഠാന ചക്ര അല്ലെങ്കിൽ സേക്രൽ ചക്ര പൊക്കിളിന് 2 ഇഞ്ച് താഴെയായും സ്ഥിതി ചെയ്യുന്നു. പൊക്കിളിന് മുകളിലായി സോളാർ പ്ലെക്സസ് എന്ന മണിപ്പൂര ചക്രം, ഹൃദയത്തിൽ അനാഹതം അല്ലെങ്കിൽ ഹാർട്ട് ചക്ര, തൊണ്ടയിൽ വിശുദ്ധി എന്ന ത്രോട്ട് ചക്ര, 2 പുരികങ്ങൾക്കിടയിൽ ആജ്ഞ അല്ലെങ്കിൽ തേർഡ് ഐ, തലയ്ക്ക് മുകളിലായി സഹസ്രാര പത്മം ക്രൗൺ ചക്ര. ഓരോ ചക്രയും കുറച്ച് ശരീരഭാഗങ്ങളെയാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഈ ചക്രങ്ങൾ പ്രാണശക്തി കിട്ടാതിരിക്കുമ്പോൾ നെഗറ്റീവായി കറങ്ങുകയോ സ്പീഡിൽ കറങ്ങുകയോ സ്റ്റക്കായി നിൽക്കുകയോ ചെയ്യുമ്പോഴാണ് ചക്രകൾ ഇംബാലൻസ് ആണെന്ന് പറയുന്നതും നമ്മൾ രോഗാതുരരാകുന്നതും മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആകുന്നതും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവുന്നതും. ഇനി എങ്ങനെയാണ് ചക്രകൾ ഇംബാലൻസ് ആവുന്നത് എന്ന് നോക്കാം. നമ്മുടെ പൂർവജന്മ കർമ്മദോഷങ്ങൾ നമ്മുടെ ചക്രകളിൽ അടിഞ്ഞുകൂടി അതിൻ്റെ കറക്കത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. മാത്രമല്ല, ഈ ജന്മത്തിൽ നമ്മുടെ ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും ചക്രകളിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഓരോ നെഗറ്റീവ് ചിന്തയും ചക്രങ്ങളിൽ കരിപിടിപ്പിക്കുന്നു. ഈ ദോഷങ്ങളൊക്കെ മാറ്റാൻ അനേകം വഴികളുണ്ട്. പ്രാർത്ഥന, ജപം മുതലായ അനേകം മാർഗങ്ങളിലൂടെ ചെറിയൊരളവിൽ നമുക്ക് നമ്മുടെ കർമ്മദോഷങ്ങളെ മാറ്റാൻ സാധിക്കും. എന്നാൽ റേക്കി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പടിപടിയായി കൂടുതൽ വേഗത്തിൽ തൻ്റെ കർമ്മദോഷങ്ങളെ മായ്ച്ചു കളയാൻ പറ്റും. അങ്ങനെ പൂർവ്വ കർമ്മദോഷങ്ങളെ മായ്ച്ചു കളയുമ്പോൾ നമ്മുടെ ഈ ജന്മത്തിലെ രോഗങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറിക്കിട്ടും. നിങ്ങൾക്കും നിങ്ങളുടെ കർമ്മദോഷങ്ങൾ മാറ്റി ജീവിതം കൂടുതൽ ഊർജ്ജസ്വലമാക്കാം. അതിനായി നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു റേക്കി ഗ്രാൻഡ് മാസ്റ്ററിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കൂ. റേക്കി പ്രാക്ടീസ് തുടങ്ങൂ. ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾക്കായി എന്നെയും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. നന്ദി.